ഒരു കാരണവശാലും ഒരു സ്പോൺസർ സ്വന്തം ടീമിനോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പാരിസൺ. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ടീമിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് വേണ്ട രീതിയിലുള്ള റിസൾട്ട് അവന് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അവന് ബിസിനസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ള പരാതി എൻ്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറയാണ്, ഇവിടെ നിന്നെ പോലെ തന്നെ അല്ലേ ബാക്കിയുള്ളവരെല്ലാം വർക്ക് ചെയ്യണം, അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് നിനക്ക് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല? ഈ ഒരു തരത്തിൽ ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ ഒരു കാരണവശാലും ആ പറച്ചിൽ കേട്ടിട്ട് അവൻ മാറാനോ അല്ലെങ്കിൽ നന്നാവാനോ അല്ലെങ്കിൽ അവൻ ബിസിനസ് കൊണ്ടുവരാനോ പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അവിടെ ചെയ്യുന്നൊരു കാര്യം, നാളെ വളർന്നു വരേണ്ട നല്ലൊരു ബിസിനസ് ഓണറിനെ അല്ലെങ്കിൽ നല്ലൊരു ടീമിനെ നമ്മൾ അവിടെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ്. കാരണം അവനെ മെന്റലി തളർത്തി കളയുന്ന വലിയൊരു വിഷയമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അവൻ തന്നെ സ്വയം അപ്പോൾ ചിന്തിച്ചു തുടങ്ങും, അത് ശരിയാണല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ റിസൾട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് റിസൾട്ട് ഇല്ല, എന്നെ കൊണ്ടൊന്നിനും സാധിക്കത്തില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. കാരണം ഇത്രയൊക്കെ ആൾക്കാരെ അല്ലെങ്കിൽ എന്നെക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർ പോലും ഇവിടെ വലിയ വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? എൻ്റെ സ്പോൺസർ ചോദിച്ചത് ശരിയാണ്, ഞാനൊരു കഴിവ് കെട്ടവനാണ്. അവൻ ആ ഓപ്പർച്യൂണിറ്റിയിലെന്നല്ല, അവൻ ഓരോ ഓപ്പർച്യൂണിറ്റിയിലും അതിനുശേഷം ചിലപ്പോൾ വളരാൻ സാധിക്കണമെന്നില്ല. അത് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയും അത് ആ ഒരു ഇതിനെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാനും അവൻ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനും അവൻ തയ്യാറാകും എന്നുള്ളതാണ്. സോ നിങ്ങൾ നല്ലൊരു സ്പോൺസർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ടാവും റിസൾട്ട് ഇല്ലാതെ നിൽക്കുന്നത്, അവരോട് ഒരു കാരണവശാലും നിങ്ങൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ അവരിൽ കാണിക്കാതിരിക്കുക. എന്തുണ്ടെങ്കിലും അവരോട് പറയുക, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ഈ ബിസിനസ്സിൽ നിനക്ക് വിജയിക്കാനുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ നിനക്കുള്ളതാണ്. സോ നീ നിന്റെ കാര്യങ്ങളിൽ ഫോളോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ എന്ത് മിസ്റ്റേക്കാണ് നീ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് തിരുത്തി മുമ്പോട്ട് പോകാം. നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ തീരാവുന്നൊരു കാര്യമുള്ളൂ. അവൻ അതിൽ മിസ്റ്റേക്കുകൾ കണ്ടെത്താനും അവൻ അപ്ഡേറ്റഡ് ആകാനും അവൻ അതിൽ വളർന്നു വരാനും ശ്രമിക്കും. അതേസമയം നമ്മൾ ഈ ഒരു തരത്തിൽ മറ്റു വ്യക്തികളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തി സ്വയം നശിക്കാൻ ഒരു കാരണം നമ്മളാവുകയാണ്. നമ്മൾ മറ്റൊരാളെ വെച്ചിട്ട് ഒരാളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും സ്കില്ല് ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരുടെയും നോളജ് ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് ഒരാളെ വെച്ചിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സെയിൽസിലൊക്കെയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ബിസിനസ്സിൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ കഴിയും. അതല്ലാതെ ഈ പറഞ്ഞ എക്സ്പീരിയൻസോ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൽ ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, സ്ട്രഗ്ലിംഗ് ഉണ്ടാകും. അവൻ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കൂടെ നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം നല്ലൊരു സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പോൺസർ ആകാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.